തൊലിയൊക്കെ കറുത്ത് നല്ല പഴുത്ത ഏത്തപ്പഴം ഉണ്ടെങ്കിൽ ഇനി കളയണ്ട കേട്ടോ. നമുക്കത് വെച്ചൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതൊന്ന് വേവിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഇനി ഒരു പാൻ എടുത്ത് അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അരച്ചെടുത്ത പഴം ചേർത്ത് കൊടുക്കുക. കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ് റവ എടുത്ത് കുറച്ചായിട്ട് ചേർത്ത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് നമുക്ക് കുഴച്ചൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിക്ക് നല്ല രീതിക്ക് കുറുക്കി തന്നെ എടുക്കണം. ഏകദേശം ഈ ഒരു പരുവത്തിനാക്കി എടുക്കുക. ഇനി അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം. അതിന് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര എടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക. കല്ലൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ പാനിയാക്കിയതിന് ശേഷം ഒന്ന് അരിച്ചെടുത്ത് ഒഴിക്കുക. എന്നിട്ടൊരു 4-5 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഏലക്കയും ജീരകവും കൂടെ പൊടിച്ച് അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് വരട്ടിയെടുത്ത് മാറ്റി വയ്ക്കുക. അപ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റവയുടെയും പഴത്തിൻ്റെയും മിക്സൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഓരോരോ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ബോൾസാക്കി എല്ലാം ഒന്ന് അപ്പച്ചെമ്പിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഏത്തപ്പഴം കൊഴുക്കട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. റവ ചേർത്തിരിക്കുന്നത് കൊണ്ട് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ടയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക്